വിശ്വാസികളായ പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു? വൈ ഈസ് ഹി സോ സ്ലോ? എന്തുകൊണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കാത്തിരിക്കുന്നു, പക്ഷെ ചിലപ്പോൾ മറുപടി ഉടൻ ലഭിക്കാത്തതുപോലെ തോന്നുന്നു. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ദൈവം ഉടൻ പ്രവർത്തിക്കാതെ കാത്തിരിപ്പിക്കാറുണ്ട്. ആ കടന്നു പോകുന്ന സമയത്ത്, ആ പ്രതികൂല സമയത്ത്, ആ പ്രയാസ നിമിഷത്തിൽ നമുക്ക് തന്നെ തോന്നും, എന്താ ഇത് ദൈവമേ ഇറങ്ങി വരാത്തത്? എന്താ ദൈവമേ നീ ഒന്നും ചെയ്യാത്തത്? എന്തിനാ ഇത്രയും താമസിപ്പിക്കുന്നത്? ഇന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് നാളെ ചെയ്യുന്നു? നമ്മൾ വളരെയധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പാടുന്നുണ്ടായിരിക്കും കേട്ടോ, നല്ല പാട്ടുകളൊക്കെ. ഞാൻ പണ്ടൊക്കെ പാടിയ പാട്ടാണ്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. ആ പാട്ടിന്റെ താഴെയുണ്ട് കേട്ടോ, അന്ധകാരം പീതികളോ അപ്പനെ പ്രകാശങ്ങളോ, എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം. ഇതൊന്നും നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഭാഗം, അന്ധകാരം ഭീതികളോ എന്ന് വെച്ചാൽ ഇരുട്ടും ഭയങ്ങളും ആയിരിക്കട്ടെ, ഇരുട്ടും ഭയങ്ങളും ഉണ്ടായിരിക്കും. അടുത്ത ഭാഗം പറയുന്ന അപ്പനെ പ്രകാശങ്ങളോ, അല്ലെങ്കിൽ പ്രകാശവും സന്തോഷവും ആയിരിക്കട്ടെ. താഴെ പറയുന്നത് എന്തു നീ കൽപ്പിച്ചിടുന്നോ എന്ന് വെച്ചാൽ ദൈവമേ നീ എന്ത് അനുവദിച്ചാലും, എന്തു നീ കൽപ്പിച്ചാലും എല്ലാം എനിക്ക് ആശീർവാദം, അത് എല്ലാം എനിക്കൊരു അനുഗ്രഹം തന്നെയാണ്. എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്ക് ആശീർവാദം. കാനായിലെ കല്യാണം വളരെ അധികം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. വീട്ടിൽ വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയം യേശുവിനോട് പറഞ്ഞു, യേശുവേ രണ്ട് വീഞ്ഞ് കഴിഞ്ഞു കേട്ടോ. യേശുവിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അവസാനം യേശു അത്ഭുതം ചെയ്തു 100%. പക്ഷേ അത്ഭുതം ഉടനല്ല ചെയ്തത്, ഉടനെ ചെയ്തില്ല. ചോദ്യം, ദൈവം എന്തുകൊണ്ട് വൈകുന്നു? വൈ ഈസ് ഹി സോ സ്ലോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പോയിന്റ് ആണ്, ദൈവത്തിന്റെ സമയം പൂർണ്ണമാണ്. പെർഫെക്റ്റ് ടൈമാ ദൈവത്തിന്റെ സമയം, ഇംപെർഫെക്റ്റ് അല്ല. യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ സമയം അനുസരിച്ചല്ല, ദൈവത്തിന്റെ സമയം അനുസരിച്ചാണ്. കാനായിലെ കല്യാണത്തിൽ യേശു ഉടനെ അത്ഭുതം ചെയ്തില്ല. യേശു ആദ്യം ചെയ്തത് ശുശ്രൂഷക്കാരോട് ഒരു നിർദ്ദേശം നൽകുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് മാസ്റ്റർ ഓഫ് ദ ഫീസ്റ്റ് കൊണ്ടുപോയി അവർക്ക് കൊടുക്കുവാൻ പറയുകയാണ്. അങ്ങനെ അവർ അത് കൊണ്ടുപോയി കൊടുത്തു. വായിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, ഇത് വായിച്ചു പോകാൻ നല്ല സുഖം. എന്താണെന്നറിയാമോ? നമ്മൾക്ക് അനുഭവമില്ല ഈ ഭാഗം. നമ്മൾക്ക് ഈ ആ കല്യാണത്തിന്റെ മധ്യത്തിൽ നമ്മൾ പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരുപക്ഷെ യഹൂദന്മാരുടെ ആ മധ്യത്തിൽ, ആ കാനായുടെ കല്യാണത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു അവിടെ സംഭവിച്ചെന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീഞ്ഞ് വേണമെന്നായിരുന്നു പ്രശ്നം, എന്നാൽ യേശു ആദ്യം വെള്ളം നിറയ്ക്കാനാ പറയുന്നത്.
വീഞ്ഞ വേണ്ടിയത്, പക്ഷെ വെള്ളം നിറയ്ക്കാൻ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ആ വിവാഹത്തിൽ, ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തോരെ പറയുന്നത്? ഈ അച്ഛന് വരെ പണിയൊന്നുമില്ലയോ? ഇത് തന്നെയായിരിക്കും ശുശ്രൂഷക്കാർക്ക് തോന്നിക്കാണും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാ പോകുന്നത്? കുറച്ച് വെള്ളം നിറച്ചാൽ വെള്ളം സംഭവിക്കുമോ? എന്തുവായി പറയുന്നേ? വെള്ളം നിറച്ചാൽ സംഭവിക്കാൻ പോകുന്നതൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് കാണുവാൻ സാധിക്കും, ഈ ശുശ്രൂഷക്കാരെ വാദിച്ചില്ല, ഈ ശുശ്രൂഷക്കാര് ചോദ്യം ചെയ്തില്ല, ഈ ശുശ്രൂഷക്കാര് വളരെ സിമ്പിളായിട്ട് അനുസരിക്കുകയാണ് ചെയ്തത്. എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അവർ ചോദ്യം ചെയ്തില്ല കേട്ടോ. അവർ വെള്ളം വക്കുവരെയും നിറയ്ക്കുകയായിരുന്നു ചെയ്തത്. അവിടെയാണ് ഒരു ആത്മീക രഹസ്യം നമ്മൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ദൈവം പലപ്പോഴും അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടും. നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അത് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഫലം കാണുവാൻ സാധിക്കത്തില്ല, ഒരുപക്ഷെ അതിൻ്റെ റിസൾട്ട് കാണുവാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ക്ഷമയോട് അനുസരിക്കുകയാണെങ്കിൽ 100% അത്ഭുതം കാണുവാൻ സാധിക്കും. ശുശ്രൂഷകർ വെള്ളം നിറച്ചപ്പോൾ അത് സാധാരണ ജോലി പോലെ തന്നെയായിരുന്നു. പക്ഷേ ആ അനുസരണം തന്നെയാണ് ആ അത്ഭുതത്തിൻ്റെ ആ വാതിൽ തുറക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ വാതിലുകൾ തുറക്കാത്തതിന്റെ കാര്യം, നമ്മൾ അത്ഭുതങ്ങളുടെ പുറകെ, അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് മധ്യത്തിൽ ചിലപ്പോൾ വെള്ളം നിറയ്ക്കുവാൻ പറയും, അതിൻ്റെ മധ്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറയും. പക്ഷേ നമ്മൾ പറയുന്നില്ല അത്. എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം. ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഒരു ഭയങ്കര മർമ്മമാണ്. ആ അത്ഭുതത്തിന്റെ മധ്യേ ഒരു രഹസ്യമാണ്. അത്ഭുതം സംഭവിക്കുന്നതിന്റെ പുറകിലുള്ള ഒരു രഹസ്യമാണ് അനുസരണം. നമ്മൾ നയമാന്റെ കഥയൊന്ന് എടുത്തേ. നയമാൻ അവിടെ വരുമ്പോൾ, കുഷ്ഠരോഗിയായ ഈ നയമാൻ വരുമ്പോൾ എലീശ പ്രവാചകൻ പറയുകയാണ്, നീ വെള്ളത്തിൽ പോയി മുങ്ങണമെന്ന്. അഴുക്ക് വെള്ളമാ. വലിയതായ പദവിയിൽ നിൽക്കുന്നതായ ഈ നയമാന് ചിന്തിക്കാൻ സാധിക്കും, എന്താണ് ഇത്? ഇത്രമാത്രം ഹ്യൂമിലിയേഷൻ. ഞാൻ എത്ര നല്ല പദവിയിലാണ്. വേറെ ഒരു നല്ല സ്വിമ്മിംഗ് പൂൾ ഒന്നും കിട്ടിയില്ലയോ? വെള്ളത്തിൽ മുങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ വെള്ളത്തിൽ എന്തിനാ മുങ്ങേണ്ടത്? അവസാനം ആ നയമാൻ അതനുസരിച്ചപ്പോൾ നയമാന്റെ കുഷ്ഠരോഗം മാറി. ഒരു കണ്ണുപൊട്ടനോട് യേശു പറയുകയാണ്, നീ ശിലോം വരെ പോയിട്ട് നിന്റെ കണ്ണ് കഴുകണമെന്ന്. ആ വ്യക്തി പറയാം, ഇപ്പോഴങ്ങ് ചെയ്താൽ പോരായോ, എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളിൽ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ, അവർ അനുസരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു അത്ഭുതം കാണുകയാണ്, അത്ഭുതം പ്രവർത്തിക്കുകയാണ് ദൈവം. അപ്പോൾ പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് ഇതുപോലെയാണ്, പ്രാർത്ഥന തുടരണം. ഒരുപക്ഷെ അത്ഭുതം നിങ്ങൾ കണ്ടെന്നിരിക്കത്തില്ല. അത്ഭുതം കാണുന്നത് പോട്ടെ, അത്ഭുതത്തിന്റെ ഒരു അന്തരീക്ഷം പോലും നിങ്ങൾ അനുഭവപ്പെടത്തില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനെ തോന്നത്തില്ല. എരിക്കോ പട്ടണം അവിടെ ആ മതില് പൊട്ടിക്കാൻ വേണ്ടി പാട്ട് പാടിയ മതില് പൊട്ടുവോ? എങ്ങനാ ഇത്? ഏത് ലോജിക്കാ ഇത്? എനിക്ക് മനസ്സിലാകാത്ത ലോജിക്കാ. ഈ മതില് പൊട്ടിക്കാൻ കുറച്ച് സിവിൽ എഞ്ചിനീയേഴ്സ് പോരായോ? കുറച്ച് വേലക്കാര് മതിയല്ലോ, വർക്കേഴ്സ് മതി. കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഒരൊറ്റ അടിക്കങ്ങ് പോവും. പക്ഷേ അവിടെ മതില് പൊട്ടിക്കാൻ പാട്ട് പാടുകയാണ്, ഒച്ചയോടെ, നല്ല നല്ല സ്വരത്തോടെ
ഉച്ചത്തോടെ പ്രൈസിങ് ചെയ്യാന്, ദൈവത്തെ പ്രൈസ് ചെയ്യാനാണ് പറയുന്നത്. പ്രാർത്ഥന തുടരണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന തുടരുന്നില്ല എപ്പോഴും. ഒരു പക്ഷേ 2 ദിവസം പ്രാർത്ഥിക്കും, 3 ദിവസം പ്രാർത്ഥിക്കും, പക്ഷേ ഉന്മേഷത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. എന്റെ അമ്മ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു പ്രാവശ്യം എന്തോ റിസൾട്ട് എനിക്ക് വേണ്ടിയത് സംഭവിക്കാത്തപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ കുറെ നാൾ, അപ്പോൾ ഞാൻ പ്രതികരിച്ചത് വളരെ നെഗറ്റീവായിരുന്നു. അമ്മയോട് പറഞ്ഞു, എന്തുവാ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലയോ? പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്, അമ്മ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നില്ലെന്ന്. പക്ഷെ ഞാൻ പറയാം, നീ വേണ്ടും വിധം പ്രാർത്ഥിക്കുന്നില്ല മകനെ, നീ വേണ്ടും വിധം പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന തുടരണം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. അപ്പൊ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ച് പോകണം. വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. വിശ്വാസം ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാ പാണ്ടത്, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. പ്രാർത്ഥന തുടരണം. വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ ദൈവവചനം അനുസരിക്കണം. 3 വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത്ഭുതം ഉടൻ സംഭവിക്കാതിരുന്നാലും ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കാം. ആദ്യം ഇവിടെ ശുശ്രൂഷകർ വെള്ളം നിറച്ചപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവർക്കറിയത്തില്ലായിരുന്നു ഉടൻ വീഞ്ഞായിട്ട് മാറുമെന്ന്. അത്ഭുതം ദൈവത്തിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. എനിക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദൈവം മാത്രമുള്ളൂ. ഹല്ലേലൂയ. അത് ഉടൻ വീഞ്ഞായി മാറുമെന്ന് നമ്മൾക്കറിയത്തില്ലെങ്കിലും നമ്മളെ വെള്ളം നിറയ്ക്കുവാൻ തയ്യാറാണോ? റെഡിയാണോ? ആർ വി വില്ലിംഗ് ടു ഡു ദാറ്റ്? ഹല്ലേലൂയ. പക്ഷേ അവർ അനുസരണത്തിൽ ക്ഷമയോടെ നിന്നപ്പോൾ, ആ അനുസരണം, ആ ഒബീഡിയൻസ്, ആ പേഷ്യൻസ് അതിൽ നിന്നപ്പോൾ അവർ അത്ഭുതത്തിന്റെ സാക്ഷികളായി. They witnessed something that they never thought. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കും. പക്ഷെ കാണുവാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിൽ പോയി അനുസരണത്തിൽ ക്ഷമയോടെ നിൽക്കണം. അതുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു സത്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ അത്ഭുതം പലപ്പോഴും ക്ഷമയുടെയും അനുസരണത്തിന്റെയും വഴിയിലാണ് വരുന്നത്. ഉദാഹരണത്തിന് എബ്രഹാമിന്റെ കഥ എടുത്ത് നോക്കിക്കേ. ദൈവം എബ്രഹാമിനോട് ഒരു മകനെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ വാഗ്ദാനം പൂർത്തീകരിക്കുന്നത് 25 വർഷം കഴിഞ്ഞാണ് നിവൃത്തിയാകുന്നത്. ഉൽപ്പത്തിയുടെ 21 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുന്നത്, എബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന എന്തുവാ? അവധിക്ക് എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞ സമയത്ത് സാറ എബ്രഹാമിന്റെ മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ദൈവം വൈകിയില്ല. ദൈവം തക്ക സമയത്ത്, ശരിയായ സമയത്താണ് പ്രവർത്തിച്ചെന്നാ പറയുന്നത്. നോക്കിക്കേ, ഇവിടെ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ? നമ്മൾ കണ്ടുപിടിച്ചത് ഇതുവരെയും ദൈവത്തിന്റെ സമയം പൂർണ്ണമാണ്, പെർഫെക്റ്റ് ടൈമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസം വളർത്താൻ ദൈവം കാത്തിരിപ്പിക്കുന്നു. ആ കാനയിലെ കല്യാണത്തിൽ യേശു ഉടൻ വീഞ്ഞുണ്ടാക്കിയില്ല. ആദ്യം ശുശ്രൂഷകർ വെള്ളം പാത്രങ്ങളിൽ നിറയ്ക്കാൻ പറഞ്ഞു. വിശ്വാസം അവിടെ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതം നടന്നു. ഉദാഹരണത്തിന് ലാസറിന്റെ കഥയൊന്നും എടുത്തു നോക്കിക്കേ. ലാസറസ് രോഗിയായി കിടന്നപ്പോൾ യേശു വന്നില്ല. യേശു അവിടെ ഉടൻ പോയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11 അധ്യായം പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും,
യേശു 2 ദിവസം കൂടി കാത്തിരുന്നു എന്നാ പറയുന്നത്. യേശു എത്തിയപ്പോൾ ലാസർ അവിടെ മരിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നത്. ആ ലാസറസ് ആ കല്ലറയിൽ നിന്ന് വെളിയിലോട്ട് വരികയാണ് യേശുവിന്റെ ഒരു കൽപ്പനയില്. 3-ാമത്തെ പോയിന്റാണ്, അത്ഭുതത്തിനായി നമ്മെ ഒരുക്കാൻ ദൈവം സമയമെടുക്കുന്നു. കാനയിലെ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾക്കൊന്ന് ഡ്രാമറ്റൈസ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. ഈ കാനായുടെ കല്യാണത്തിൽ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അത് പരിപൂർണമായിട്ട് വെള്ളം നിറയ്ക്കാൻ പറയുകയാണ്, കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പറയുകയാണ്. തയ്യാറെടുപ്പിന് ശേഷം മാത്രമാണ് അത്ഭുതം നടന്നത്. 6 കൽപാത്രങ്ങൾ, ഓരോ പാത്രവും ഏകദേശം 30 അല്ലെങ്കിൽ 20 ഗാലൻ വരെ വെള്ളം നിറയ്ക്കുന്ന ഒരു ജാറായിരുന്നു അത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 75 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 എന്ന് വെച്ചോ, അതുവരെയും ഓരോ പാത്രത്തിൽ നിറയ്ക്കാൻ പറ്റും ലിറ്റേഴ്സ്. അന്നത്തെ കാലത്ത് ഒരു പൈപ്പോ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അവർക്ക് നേരെ ആ ശുശ്രൂഷകർ അല്ലെങ്കിൽ വർക്കേഴ്സ് പോയി നേരെ കിണറ്റിൽ പോയി എടുത്തിട്ട് ഇച്ചിരി വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ ശുശ്രൂഷകർ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തത് ഒന്ന് നമുക്ക് ചിത്രീകരിക്കാം. ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ചെറിയ കുടങ്ങളില് അല്ലെങ്കിൽ പാത്രങ്ങളിലായിരിക്കും കൊണ്ടുവന്നത്. ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കുടം, അതിനകത്തുനിന്നായി നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് സാധാരണമായി 10 ലിറ്റർ അല്ലെങ്കിൽ 12 ലിറ്റർ ഒരു പ്രാവശ്യം കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു പാത്രം നിറയ്ക്കാൻ 8 അല്ലെങ്കിൽ 10 പ്രാവശ്യം വെള്ളം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ 6 പാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഏകദേശം 50 തവണ വരെയും കിണറ്റിലേക്ക് പോയി വന്നിരിക്കാം. പോയി വന്നു. ഇനി നമുക്കൊന്ന് ഡ്രാമറ്റൈസ് ചെയ്യാം. ആ ദൃശ്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ശുശ്രൂഷകരെ കിണറ്റിലേക്ക് പോവുകയാണ്. അവർ വെള്ളമെടുക്കുകയാണ്, തിരിച്ചു വന്ന് പാത്രത്തിൽ ഒഴിക്കുക. അവർ വീണ്ടും പോവുകയാണ്, വീണ്ടും കൊണ്ടുവരികയാണ്. ഇങ്ങനെ പല തവണ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തവണ, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, പല തവണ. ഓരോ പ്രാവശ്യം പോകുമ്പം വെള്ളം നിറച്ചു വരുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ ഇങ്ങനെ പല തവണ ഈ ശുശ്രൂഷകർ പോയി കാണും. എന്നാലും അത്ഭുതം ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവർ നിർദ്ദേശം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം പാത്രങ്ങൾ വക്കുവരെയും നിറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ശ്രദ്ധിച്ചു നോക്കണം, പാത്രം വക്കുവരെയും നിറഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും, ഞാൻ ഇപ്പോഴും വെള്ളം കൊണ്ടുവരുന്ന ഘട്ടത്തിലാ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും കാത്തിരിക്കുക, പിന്നെ വേണം വീണ്ടും അനുസരിച്ചു കൊണ്ടിരിക്കുക. അയ്യോ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അയ്യോ ദൈവമേ, ഞാൻ കാത്തിരിക്കുന്നു, അയ്യോ ദൈവമേ, ഞാൻ അനുസരിക്കുന്നു, പക്ഷേ അത്ഭുതം കാണുന്നില്ല. അയ്യോ ഞാൻ അനുസരിക്കുന്നു, അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നു, അയ്യോ ഞാൻ കാത്തിരിക്കുന്നു, പക്ഷേ ഒരു അടയാളം വരെയും കാണുന്നില്ല. ഹല്ലേലൂയ. ഒരു അടയാളവും കാണുന്നില്ല. ഏലിയ പ്രവാചകന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏലിയ പ്രവാചകൻ 1 രാജാക്കന്മാരുടെ 18-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നു, മഴ പെയ്യും. ഏലിയ പ്രവാചകൻ ഭയങ്കരമായ വിശ്വാസത്തിന്റെ അങ്ങോട്ട് പീക്കിലിരിക്കുകയാണ്. ആ ഭയങ്കരമായ പീക്കിലിരിക്കുന്ന ഏലിയ പ്രവാചകൻ ദാസനോട് പറയുമോ, നമുക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാസനോട് പറഞ്ഞു, ഒന്ന് പോയി നോക്കിക്കേ, മഴ വന്നോ? ദാസൻ പോയി നോക്കിയാണ്, ഒന്നുമില്ലെന്നേ, മഴയില്ലെന്നേ. പിന്നെയും പ്രാർത്ഥിച്ചു, പിന്നെ ചോദിക്കോ, പോയി നോക്കേ.
ഒന്ന് പോയി നോക്ക, പിന്നെ നോക്കി, പ്രാർത്ഥിച്ചു, പിന്നെ നോക്കി, ഒന്നും സംഭവിക്കുന്നില്ല. അവസാനം 7ാമത്തെ പ്രാവശ്യം ആ ദാസൻ വന്ന് പറയണം, മഴ വന്നില്ല കേട്ടോ ഏലിയ പ്രവാചക, മഴ കാണുന്നില്ല എനിക്ക്, പക്ഷേ എനിക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യോ, ചെറിയ ഒരു ക്ലൗഡ്, ചെറിയ ഒരു അന്തരീക്ഷം, ചെറിയ ഒരു അടയാളം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കാത്തിരിക്കുകയാണ്, അനുസരിക്കുകയാണ്. പക്ഷെ അത്ഭുതം കാണുന്നില്ല. കാണാത്തത് കൊണ്ട് വളരെയധികം ജനങ്ങൾ വിട്ടുകൊടുക്കുകയാണ്, പിശാചിന്റെ പദ്ധതിക്ക് വണങ്ങിക്കൊടുക്കുകയാണ്. പക്ഷെ ദൈവം പലപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരികളെ, അനുസരണം പൂർണ്ണമായപ്പോൾ അത്ഭുതം സംഭവിച്ചു. ശുശ്രൂഷകർ ആദ്യ തവണ വെള്ളം കൊണ്ടുവന്നപ്പോൾ വീഞ്ഞായില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് സംഭവിക്കത്തില്ലായിരിക്കും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് സംഭവിക്കത്തില്ലായിരിക്കും. പക്ഷെ 2ാമത്തെ തവണയിലും അത് സംഭവിച്ചില്ലായിരിക്കും, 3ാമത്തെ തവണയും സംഭവിക്കത്തില്ല ഒരുപക്ഷെ. പക്ഷെ വീണ്ടും പക്ഷെ പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ, പക്ഷെ നിങ്ങളുടെ ആ വിശ്വാസം നിറഞ്ഞപ്പോൾ, വിശ്വാസത്തിന്റെ ആ തലം നിറഞ്ഞപ്പോൾ, യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ പോലെ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു അത്ഭുതം നടത്തും, അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, നിങ്ങളിപ്പോൾ കിണറ്റിലേക്ക് പോയിട്ടുണ്ട്, 20 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ യേശു വെള്ളത്തെ വീഞ്ഞാക്കി. ഇതിനൊരു വലിയ ആത്മീക രഹസ്യം ഞാൻ നിങ്ങൾക്ക് തരാം. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ, നമ്മളെ പാത്രങ്ങൾ, അത് എന്താണ് പാത്രങ്ങൾ? പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മളൊരു മൺപാത്രമാണ്. ഈ പാത്രങ്ങൾ, we are a vessel, we are an instrument. ആ പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ, ഈ പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ നിറഞ്ഞപ്പോൾ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിറഞ്ഞപ്പോൾ, ദൈവമാണ് പ്രവർത്തിക്കുവാൻ പോകുന്നതെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ യേശു വെള്ളത്തെ വീഞ്ഞാക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു വെള്ളത്തെ വീഞ്ഞാക്കി. യോസേഫിന്റെ കഥ ശ്രദ്ധിച്ചു നോക്കിക്കേ. യോസേഫ് 17 വയസ്സായിരുന്നു 37ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ. പക്ഷേ ഫറവോ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 30 വയസ്സായിരുന്നു. അപ്പോൾ എത്ര വർഷമാണ് യോസേഫ് ആ കഷ്ടപ്പാടിൽ കൂടെ പോയത്? 17 വയസ്സ് തൊട്ട് 30 വെച്ചാൽ 13 വർഷം. യോസേഫ് കാരാഗ്രഹത്തിലും പോട്ടിഫറിന്റെ പാലസിലും എല്ലാമായിരുന്നു. കഷ്ടപ്പാട്, പ്രയാസം. പക്ഷേ അത്ഭുതം കാണുവാൻ വേണ്ടി 13 വർഷം യോസേഫിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദൈവത്തിൽ നിന്നാണ് യോസേഫിന് സ്വപ്നം ലഭിച്ചത്. എന്നാൽ 13 വർഷം അടിമത്വം, ജയിൽ അല്ലെങ്കിൽ കാരാഗ്രഹം അനുഭവിച്ചു. അതിന്റെ ശേഷമാണ് അവൻ വലിയ സ്ഥാനത്തെത്തിയത്. ദൈവം ആദ്യം വ്യക്തിയെ ഒരുക്കുകയാണ് ചെയ്യുന്നത്, പിന്നെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കാൻ വൈകുകയാണ് ദൈവം. 4ാമത്തെ പോയിന്റാ. കാനായിലെ അത്ഭുതം വലിയ ശബ്ദത്തോടല്ല നടന്നത്, എന്നാൽ അതിലൂടെ യേശുവിന്റെ മഹത്വം പ്രകടമാകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം പറയുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മൾ ചെങ്കടലിന്റെ ആ ഉദാഹരണം നോക്കി, അല്ലെങ്കിൽ കഥ നോക്കിയാണെങ്കിൽ, ആ റെഡ് സീയുടെ മുമ്പില് ഫാറോ ഉണ്ട്, പുറകില് സൈന്യമുണ്ട്, പുറകില് മുമ്പില് ചെങ്കടല്. അവിടെ ദൈവം മോശയുടെ മുഖാന്തരം അവിടെ
ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ ഒരു അസാധ്യമായ ഒരു നിമിഷം ദൈവം കടന്നു വന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതിലൂടെ ദൈവത്തിന്റെ മഹത്വം പ്രകടമാകുകയാണ്. 5-ാമത്തെ പോയിന്റ്, ദൈവം നമ്മൾ കരുതുന്നതിലും മികച്ചു നൽകുവാൻ ശക്തനാണ്. കരുതുന്നതിലും. നമ്മൾക്ക് പഴയ ഒരു പാട്ടറിയാവല്ലോ, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ. പക്ഷെ ഇവിടെ കരുതുന്നതിലും മികച്ചു നൽകുവാൻ ശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എക്സീഡിംഗ്ലി, abundantly, amazingly, wonderfully, beautifully, hallelujah. അത്ഭുതം ചെയ്യുന്ന ദൈവം. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. നീ നല്ല വീഞ്ഞ്, ഹല്ലേലൂയ, നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇവിടെ ഒരു മർമ്മമുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്, ഒരു നന്മയും മുടക്കാത്ത ദൈവം. ഹല്ലേലൂയ. The Lord is my shepherd. Hallelujah. I shall not be in want. He makes me lie down in green pastures. എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ദൈവം. ഹല്ലേലൂയ. നല്ല ഉറക്കത്തെ തരുന്ന ദൈവം. എന്റെ ആരോഗ്യത്തെ കാത്തുകൊള്ളുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് കാണിക്കുവാൻ സാധിക്കേണ്ടത്. നമ്മുടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ജനങ്ങൾ, നമ്മുടെ കൂടെ ഉള്ളവർ അത് കണ്ട് അവര് പറയണം, ഇതുവരെയും നല്ല വീഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ പറയണം, ഞാനല്ല സൂക്ഷിച്ചത്, എന്റെ തമ്പുരാൻ സൂക്ഷിപ്പിച്ചു, എന്റെ തമ്പുരാൻ അത് ചെയ്തു, എന്റെ ദൈവം. ഹല്ലേലൂയ. എന്റെ ദൈവം. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുമ്പോൾ ഒരു എന്താ പറഞ്ഞ പേഴ്സണലൈസ് ആയിരിക്കണം. എന്റെ ദൈവം. പഴയൊരു പാട്ടുണ്ട്, ദൈവമേ നീ എന്റെ ദൈവം, ദിനവും ഞാൻ നിന്നെ വാഴ്ത്തും. ദൈവമേ നീ എന്റെ ദൈവം, ദിനവും ഞാൻ നിന്നെ വാഴ്ത്തും. ഉദയത്തിലും അസ്തമനത്തിലും ഉണർവോടെ നിന്നെ സ്തുതിക്കും. ഉദയത്തിലും അസ്തമനത്തിലും ഉണർവോടെ നിന്നെ സ്തുതിക്കും. ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയേ. ഉദയത്തിലും എന്ന് വെച്ചാൽ രാവിലെ എണ്ണിക്കുമ്പോഴും, ഉദയത്തിലും അസ്തമനത്തിലും ഉണർവോടെ നിന്നെ സ്തുതിക്കും. ഉണർവോടെ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. ഉന്മേഷത്തോടെ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. ആ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ദൈവം സൂക്ഷിച്ചു വെക്കുക. അത് ആരും കട്ടെടുക്കാൻ പറ്റത്തില്ല. അത് ആരും മോഷ്ടിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഭാഗം തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായം എന്നെ വളരെ ഇംപ്രസ് ചെയ്തൊരു ഭാഗമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും, പതുക്കെ വായിച്ചാൽ മതി. നിങ്ങൾ ജീവിച്ചിരിക്കുകയും 1 വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. 2-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് വെച്ചാൽ
നീ വീഞ്ഞിന്റെ പുറകെയാണോ പോകുന്നത്, അല്ലെങ്കിൽ നീ അത്ഭുതത്തിന്റെ പുറകെയാണോ പോകുന്നത്, അതോ നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. ഞാനൊരു വ്യക്തിയോട് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചു, വേദപുസ്തകം വായിച്ചോ ഇന്നലെ എന്ന്. ആ വ്യക്തി പറഞ്ഞു, ഞാൻ വായിച്ചു സങ്കീർത്തനം 23. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഭാഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ആ വ്യക്തി പറഞ്ഞു, ആ ഭാഗം യഹോവ ഒരു പ്രൊവൈഡറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. എൻ്റെ യഹോവ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. അതൊരു ഇംപ്ലൈഡ് ഫാക്റ്റാ, ഇംപ്ലൈഡ് ട്രൂത്താ. അത് വാസ്തവമാണ്, അത് സത്യമാണ്, അതൊരു കഥയല്ല, അതൊരു യാഥാർത്ഥമായ ഒരു അനുഭവമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പക്ഷേ യഹോവ ഇടയനായിരിക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്ന് വെച്ചാൽ നീ കഴിക്കാൻ വേണ്ടി അല്ല മോനെ ജീവിക്കുന്നത്. യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ ദൈവം നല്ല ദൈവമാണ് പറഞ്ഞു വരുന്നത്. വളരെ അധികം പ്രാവശ്യം നമുക്ക് തോന്നും ദൈവം വളരെ സ്ലോ ആണ്. ദൈവം സ്ലോ അല്ല. ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഒത്തിരി ഡാൻസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഒത്തിരി ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ ഈവൻ ഡാൻസിങ് ക്ലാസ്സസിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡാൻസിങ് ക്ലാസ്സസിൽ പോകുമ്പോൾ അവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ബോംബെയിൽ വളരെ ഫേമസ് വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കും. ആ പഠിപ്പിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ആ വ്യക്തി പഠിപ്പിക്കുന്നത്. ഒരു സ്റ്റെപ്പ് 1 2 1 2 1 2 അങ്ങനെ പഠിപ്പിച്ച് ഓരോ സ്റ്റെപ്പുകളും പഠിപ്പിച്ച് അതിന്റെ വേഗത പതുക്കെ കൂട്ടി, അതിന്റെ കോൺഫിഡൻസ് പതുക്കെ കൂട്ടി, നമ്മുടെ മൂവ്മെന്റ്സ് വളരെ നാച്ചുറലായി വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം, എവിടെ നിന്നോ നമ്മുടെ ആ ഡാൻസ് മാസ്റ്റർ നമ്മുടെ 1 2 1 2 1 2 എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് 1 2 1 2. നമ്മൾക്ക് ഒരു പക്ഷെ തോന്നും, എന്താ ദൈവം ഇത്രയും സ്ലോ? ദൈവം സ്ലോ അല്ല. ദൈവം നമ്മൾക്ക് വേണ്ടി സ്ലോ ആകുകയാണ്. കാരണം നമ്മൾക്ക് അത്രയും വേഗതയിൽ ചെയ്യുവാൻ സാധിക്കത്തില്ല. നമ്മളെ പേഷ്യൻസ് പഠിപ്പിക്കുകയാണ്, നമ്മളെ താഴ്മ പഠിപ്പിക്കുകയാണ്, നമ്മളെ എന്താ പറഞ്ഞ ഡിപ്പെൻഡൻസ് പഠിപ്പിക്കുകയാണ്, നമ്മളെ എന്താണെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിപ്പിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവമല്ലാതെ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കി തരികയാണ്. ഒരു ചോദ്യം, ആർ വി willing to submit completely? ഓരോ കുടം നിറയ്ക്കുമ്പോഴും അത്ഭുതം കാണണമെന്നില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും അത്ഭുതം കാണണമെന്നില്ല. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയേണ്ടത്, എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീ ആശീർവാദം, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഞങ്ങളെ നീ ഓർപ്പിക്കണമേ. ഈ സ്റ്റെപ്പിൽ അനുസരണമാണ് ഇമ്പോർട്ടൻ്റ്. ഈ സ്റ്റെപ്പിൽ അത്ഭുതമല്ല, സ്റ്റെപ്പിലെ അനുസരണം. എല്ലാം എനിക്ക് ആശീർവാദം. ആദ്യത്തെ സ്റ്റെപ്പിലും എനിക്കൊരു ആശീർവാദം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പിലും എനിക്കൊരു ആശീർവാദം ഉണ്ടായിരുന്നു. ഞാൻ ആശീർവാദം അവസാനം കാണുന്നത് ഒരു പക്ഷേ അവസാന സ്റ്റെപ്പ് എടുത്തപ്പോഴായിരിക്കും. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് എന്നെ ആശീർവാദം തരുന്ന ദൈവമേ, നിനക്ക് സ്തോത്രം.
അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് സ്തോത്രം. ഞങ്ങളെല്ലാം കർത്താവെ താഴ്മ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ആമേൻ.